ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ക്രാഫ്റ്റിംഗ് സർവൈവൽ സീരീസിനായിട്ടാണ്. ഗൈസ്, ഞാൻ പിന്നെ നേരത്തെ ഒരു വീഡിയോ എടുത്ത് വെച്ചായിരുന്നു. ഇതുണ്ട് ഗൈസ്, സത്യം പറഞ്ഞത് ഞാൻ ചെയ്യുന്നില്ല, ഇത് ലാഗടിച്ച് പോയതാണ്. ഇതാ നമ്മളെ സ്വന്തം കുട്ടാപ്പി. പിന്നെ മേക്കുന്ന വേറെ കുട്ടാപ്പി ഒന്ന് വിളിച്ചാൽ ഞാൻ നല്ല രീതിക്ക് കുട്ടാപ്പ് ആവും. ഗൈസ്, എനിക്ക് ഇതിൽ സൗണ്ടൊന്നും കേൾക്കില്ല. ലാഗ് മാറാൻ ഇതിൻ്റെ സെറ്റിങ്സ് എന്താ ചെയ്യാന്നൊക്കെ ഒന്ന് പറഞ്ഞു തരിക ഗൈസ്. പൊട്ടിത്തെറിച്ച അപ്പോൾ ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതെന്താ സംഭവം. അത് നിങ്ങൾ പറഞ്ഞായിരുന്നു, ഞാൻ പറഞ്ഞിരുന്നല്ലോ അവിടെ ആൾക്കാരും വീട് വരികയാണ്. അപ്പോൾ നമ്മളെ വീട് സോറി ഗൈസ്, എനിക്ക് എന്താ പറയുക, നമ്മളെ ക്യാമറ അല്ല, ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത വീഡിയോ അത് ഡിലീറ്റ് ആയതൊന്നുമല്ല. അത് എന്തായി എന്ന് ചോദിച്ചാൽ തെളിയിച്ച് പറയാൻ കഴിയുന്നില്ല. എന്താ പറയുക, ആ വീഡിയോക്ക് സൗണ്ട് കുറവാണ് ഗൈസ്. സൗണ്ട് കുറവായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ വീഡിയോ എടുത്ത് ഡിലീറ്റാക്കി. ആ വീഡിയോ ഇനിയിപ്പോൾ സൗണ്ട് കുറവായതുകൊണ്ട് ഇനി അത് കാണില്ല എന്ന് വിചാരിച്ച് അത് വിചാരിച്ചുകൊണ്ട് ഞാൻ ഡിലീറ്റാക്കി. അത് കണ്ടാൽ എല്ലാവർക്കും ബോറടിക്കും. ഇത് വെറുതെ ഇങ്ങനെ ഞാൻ ചാടി നടക്കുന്നു മാത്രമേ അതിൽ കാണുള്ളൂ. തീരെ സൗണ്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മൈൻക്രാഫ്റ്റിൽ നടക്കണ സൗണ്ടൊക്കെ നല്ല കേൾക്കുക. അതെനിക്കിഷ്ടപ്പെട്ടില്ല. ഒക്കെ ഞാൻ ഇപ്പോൾ സൗണ്ട് കുറച്ച് വെച്ചിട്ടാണ്. സൗണ്ട് ഇത് മതിയാഞ്ഞ് കുറച്ച് കൂട്ടണം എന്നൊക്കെ നിങ്ങൾ പറയും, എത്ര ശതമാനത്തിൽ ഇടണമെന്നൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ മാഗ്മ ബ്ലോക്കൊക്കെ അപ്പോൾ കിട്ടിയതാണ് ഗൈസ്. ഇവിടെ നമ്മളെ ബെഡ്റൂം വരും. അതിന് ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്തത് ഇതൊരു ഡൈനിങ് ഹാളായി. എനിക്ക് ഒരു ഭാഗത്ത് സ്റ്റോറേജ്. ഇവിടെ നമുക്ക് ഓടിടാതെ വെക്കണം. അതിന് കുറച്ച് മരം വെട്ടണം. അപ്പോൾ മരം വെട്ടാൻ പോവാ ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ച് ഈ കുതിരയൊക്കെ എന്താ ഡിസ്പ്ലേ പോയി മതി. ഇത് എൻ്റെ ഫോണിൽ ഇങ്ങനെയാണ് ഗൈസ്. അപ്പോൾ കുതിര ഒന്ന് കണ്ണടച്ച് പിടിച്ചാൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി എന്നാൽ സ്വർഗത്തിൽ കൂടാ. കാരണം ഡിസ്പ്ലേ ഇല്ലാണ്ട് കൊള്ളാത്ത സ്വർഗത്തേക്ക് പറഞ്ഞേക്കും. സോറി, അനിക്കും പറഞ്ഞേക്കണം, അന്യം പറഞ്ഞേക്കണം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കളറെത്താം. ഈ ഗൈസ് കാണാൻ തന്നെ ഒരു ചുരുക്കില്ല. എന്നിട്ട് ഫ്രണ്ടായി ഗൈസ്. സോറി, ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടന്നു. പറ്റാണ് ഞാൻ എടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ മോബ് ഫാമിങ്, അത് മോബ് ഫാമൊക്കെ ചെയ്യാണ്ട് ഗൈസ്. പിന്നെ ഇന്നലത്തെ വീഡിയോ കാണാത്തവരെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒന്ന് ടാഗ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. നോക്കട്ടെ, ഇപ്പോൾ എടുക്കണുള്ളൂ. കാരണം ഇന്നാണ് നമ്മൾ ഈ വീഡിയോ ഇടും. ഇപ്പോൾ സമയം എത്രയായെന്ന് ചോദിച്ചാൽ 8:30 ഗൈസ്. ഞാൻ 9 കൃത്യത്തിന് ഇടുന്ന വീഡിയോ ആണ്. പറഞ്ഞിട്ട് കാര്യം ഗൈസ്, ആ വീഡിയോ ഡിലീറ്റ് ആയതുകൊണ്ടല്ല, അറിയില്ല, അതുപോട്ടെ. പക്ഷേ ഇന്ന് 9 വലിയ എഡിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഉറപ്പായിട്ട് ഇട്ടിരിക്കും. 9 കൃത്യത്തിനൊന്നും ആവണമെന്നില്ല. ഇപ്പം ഞാൻ കുറച്ച് മരമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കാണിക്കാം.
നാട്ടുകാരെ, ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ നിങ്ങൾ കണ്ടോ? ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ ഇന്നലെ മുതൽ കാണാനില്ല. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? തിരിച്ചു പോകാം. ആവശ്യത്തിനുള്ള അയക്കണം. കുറച്ച് എന്താ പറയുക, നമ്മളത് സ്റ്റെയർ ഇതേമാതിരി ഇട്ട് കൊണ്ടിരിക്കുകയാണ്. ഇത് മൊത്തം തീർത്തിട്ട് ഞാൻ കാണിച്ചു തരാം. എന്തായി കാണുന്നു എൻ്റെ വീട്? എല്ലാ മടിയും മഴ പെയ്യുന്നുണ്ട്. രാത്രി ചെറിയ കഴിഞ്ഞിട്ടില്ല. ഈ ഭാഗത്തുകൂടി സ്റ്റെയർ വെക്കാനുണ്ട്. ഇങ്ങനത്തെ കഴിഞ്ഞ് പേപ്പർ നമുക്ക് ആ ഭാഗം കൂടി സ്റ്റെയർ വെച്ചിട്ട് നമ്മൾ വീടിൻ്റെ പണി മൊത്തത്തിൽ കഴിഞ്ഞ് ഒന്ന് ഇറങ്ങി ശരിയായി. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം നോക്കാം. സ്റ്റോറേജ് ആക്കിയാൽ ആ ഗ്ലാസ് മതി. അതാണ് ഞാൻ അവിടുത്തെ കാട്ടാത്തത്. ശരി, എത്ര ടാക്സ് പൊട്ടുണ്ട്. പിന്നെ സ്റ്റെയർ വെക്കാനുള്ള അപ്പം ഇങ്ങനത്തെ വ്യത്യാസം വേണ്ട. കുറച്ചൊക്കെ മുന്നേക്ക് ഞാൻ തള്ളി ഈ സ്റ്റെയർ വെക്കാൻ നേരത്തെ ഓടി നടന്നു. അല്ലോ, ഫസ്റ്റ് ക്രീപ്പർ ഇൻ മൈ ഹോം. പൊട്ടല്ലേ രണ്ടെണ്ണം അവിടെ ഇവിടെ ഒക്കെ കണ്ടുകൊണ്ട് ഞാൻ അതിനും കൂടി കൂട്ടിക്കാണ്ട് വെള്ളത്തിൽ കൊണ്ട് പൊട്ടിച്ച് പോയി. എല്ലാവരും പൊടിയോ ഇവിടെ വന്ന് പൊട്ടി. അതിൻ്റെ മേലെന്ന് പൊട്ടിയാൽ ഞാൻ കൊല്ലും, ഉറപ്പായിട്ടും കൊല്ലും. പൊട്ടിയാൽ ചാവില്ല. ഓന് നല്ല ഈ പൊട്ടിന് ഭയങ്കര പൊട്ട് ബുദ്ധി വെച്ചിക്കണ ഇപ്പോൾ. ഇപ്പം എൻ്റെ വീഡിയോക്ക് ഇപ്പോൾ സൗണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഈ വീഡിയോ ഉറപ്പായിട്ട് ഞാൻ ചാർജ് കമ്മിയാണ്. അപ്പോൾ വീഡിയോ കാണിച്ചു തരാം. ഇതാ 2 രസമുണ്ട്. ഇതിൻ്റെ പ്ലാനിങ്ങിൽ ചെയ്താണ്. എനിക്ക് തോന്നുന്ന ആ ഒരു നിൽക്കണ ഭാഗം അത് 2 ആക്കണം. ഇതിപ്പോൾ ഇവിടെ കിടക്കട്ടെ. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണ് ഗൈസ്. അത് ഞാൻ പറയാൻ മറന്നുകണോ എനിക്കറിയില്ല. ഇത് പറയട്ടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാണ് ഗൈസ്. അപ്പോൾ ഈ എന്താ പറയുക, ഞാൻ ഒരു പേരൻ്റെ ഉള്ളിൽ കയറിപ്പോയി ഒരു വേറെ വില്ലേജിൽ ഗൈസ്. അത് ലാം ട്രേഡർ അല്ലേ, അപ്പോൾ ഇതിന് ഇവിടുത്തെ ഗൈസ്
ചില പ്രത്യേക സാഹചര്യത്തിന് എനിക്ക് പൗസ് വെക്കേണ്ടി വന്നു. ഇതിൻ്റെ അടിയിൽ നമുക്കടി മക്കാർക്കൊന്ന് ശരിയാക്കി കൊടുക്കണം. ടയറിന് ബാക്കിയില്ല, ഡിരിങ്ങി വെച്ചിട്ട് അതുകൊണ്ട് ഇത് നടുക്കിനി അതടക്കട്ടെ. ഫർണേഴ്സ് ഉണ്ടോയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫർണേഴ്സ് നമ്മൾ പുതിയ ഉണ്ടാക്കുകയാണ്. കയ്യെ കണ്ടിട്ട് പൊട്ടിച്ച നമുക്കൊരു കാശില്ലല്ലോ, നമ്മൾ റിച്ചായില്ലേ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ ഫസ്റ്റ് കൊണ്ടുവയ്ക്കുന്നത്. ഞാൻ ആ സ്റ്റെയറിൻ്റെ കയ്യടിച്ചിട്ട് നമുക്ക് ഫർണിച്ചർ കൈ കിട്ടി. ഇങ്ങനെ നല്ലീന് ഇതെന്തൊക്കെ പറ്റിക്കുന്നു. ഇപ്പം ഞാൻ അവിടെ കൊണ്ടുപോയിക്കാം. അപ്പം പെരക്കാർക്ക് അടുപ്പില്ലാത്തത് ഇവിടെ തന്നെ വെച്ചേക്കാം. എൻ്റെ പേരിലാകെ 2 സ്റ്റെയർ എത്തിക്കൊണ്ട് ഒരു ടേബിളല്ലേ ഉള്ളൂ. പാചകം ചെയ്യാമെന്നാ. ഇപ്പോൾ ഗ്യാസില്ലാത്ത സമയമാണ്. അപ്പോൾ ഒരു വിറകായിക്കിടുക, പിന്നെ അതിൻ്റെ ഭക്ഷണം. എൻ്റെ സ്റ്റെയർ ഇപ്പോൾ തൽക്കാലത്തിന് എൻ്റെ അടുത്തില്ല, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റെയർ ഞാൻ ഇവിടെ ഞാൻ ബാക്കിൽ കുറച്ച് ഇങ്ങനെ അതിൻ്റെ കൈയ്യട്ടി കണ്ടി ഞാൻ കിട്ടുന്നില്ല. അതുമില്ല. എന്തെങ്കിലും ബിൽഡ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ അതിൻ്റെ ക്ലാഷ് നിലത്തുക ഇങ്ങനെ പോലുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു വീടുണ്ടാക്കുന്നുണ്ട്. ഇതേമാതിരിയൊക്കെ വരും, അവിടേക്കൊക്കെ പുറത്തു ഇതേമാതിരി ഇങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. എനിക്കറിയില്ല എന്താ സംഭവം, എനിക്കറിയില്ല. എനിക്ക് ഞാൻ കളിക്കലൊടുങ്ങിയിട്ട് എന്താ പറയുക 2 മാസം 3 വർഷമായിരിക്കുന്നു ഗൈസ്. എൻ്റെ പേരൻ്റെ മോഡൽ നിങ്ങൾക്ക് എന്താ പറയുക ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതേമാതിരിയൊക്കെ ചെയ്യാം. ഇതേമാതിരിയാണ്. ഞാൻ അടുത്ത പ്രാവശ്യം ഇവിടെ ഇതൊക്കെ പൊളിച്ചിക്കാണ്ട് നമ്മൾ അടിയിലിട്ടില്ലേ, ഫ്ലോർമേലിട്ടില്ലേ, അതേമാതിരി ആക്കാനാണ് പ്ലാൻ. ഇതേമാതിരി ഇത് ഞാൻ കുറേ കഷ്ടപ്പെട്ട് ഗൈസ്. ഇത്രയും മരം അവിടെ പോയി എടുത്ത് കൊണ്ടുവന്നതാണ്. കുറച്ച് ദൂരം പോയി ഇപ്രാവശ്യം മരത്തിന്. ഇവിടെ അടുത്തായതൊന്നും വേണ്ട വിചാരിച്ചു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇന്നത്തെ മെയിൻ കണ്ടൻറ്റ് എന്തെന്ന് വെച്ചാൽ നമ്മളെ ഈ വീട് പണി പൂർത്തിയാക്കുക ഇനി അത് എന്തായാലും നടന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.